നമസ്കാരം. പി അൻവറിനോട് അനുനയത്തിനില്ലെന്ന് UDF നേതൃത്വം. നിലമ്പൂരിൽ നിലപാട് തീരുമാനിക്കേണ്ടത് അൻവറാണ്. മുന്നണിയുമായി സഹകരിക്കണോ എന്ന് അൻവർ തീരുമാനമെടുത്ത ശേഷം UDF നിലപാട് പറയും. സ്ഥാനാർത്ഥിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചാൽ ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും VD സതീശൻ അറിയിച്ചു. അൻവർ UDFുമായി സമവായത്തിലേക്കെന്ന് സൂചന. മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരിഹാരം ഉണ്ടാകുമെന്ന് അൻവർ പ്രതികരിച്ചു. അബ്ദുൾ വഹാബ് MP വീട്ടിൽ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവരുമായാണ് അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രണ്ടാം തവണയാണ് അൻവർ ലീഗ് നേതാക്കളെ കാണുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് LDF ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു. ചിഹ്നം പ്രശ്നമല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനിടയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 7 ശനിയാഴ്ച. ഇന്ന് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ദുൽഹജ്ജ് 1 വ്യാഴാഴ്ച ആയിരിക്കും. അറഫ നോമ്പ് ജൂൺ 6-നായിരിക്കുമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.